കൊച്ചി എടയാർ തീപിടുത്തത്തിൽ മരിച്ച അന്യസംസ്ഥാന തൊഴിലാളിയുടെ കുടുംബത്തിന് 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാതെ മൃതദേഹം സംസ്കരിക്കില്ലെന്ന നിലപാടിലാണ് അവിടുത്തെ നാട്ടുകാർ. മരിച്ച തൊഴിലാളിയുടെ മൃതദേഹം സംസ്കരിക്കുന്നത് വൈകുകയാണ്. കമ്പനി പ്രതിനിധികൾ സ്ഥലത്തെത്തി കുടുംബവുമായി ചർച്ച നടത്തി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബാണ് ചേരുന്നത്. ലിഡിയ, അല്പസമയം മുമ്പ് ലിഡിയ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു നഷ്ടപരിഹാരത്തെക്കുറിച്ച്, പക്ഷേ ഇതിൽ അവർ തൃപ്തരല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇപ്പോൾ അവരുടെ ഒരു നിലപാട്? ഏത് രീതിയിൽ ആ നിലപാട് കണക്കാക്കപ്പെടും? ക്രിസ്റ്റീന, ഏറ്റവും അവസാനം നടത്തിയ ചർച്ചയിൽ ഏകദേശം 10 ലക്ഷം രൂപയോളം നൽകാമെന്നാണ് കമ്പനി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ 10 ലക്ഷം രൂപ അത് പോരാ, അത് നൽകാനാവില്ല. 30 ലക്ഷം രൂപ നൽകണം എന്ന നിലപാടിൽ തന്നെയാണ് നാട്ടുകാരും മറ്റ് ജനപ്രതിനിധികളും ഉള്ളത്. കാരണം നിലവിൽ മരിച്ച തൊഴിലാളി എന്ന് പറയുന്നത് വലിയ ദുരിതത്തിൽ കഴിയുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് 3 കുട്ടികളുണ്ട്. അത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികളുണ്ട്. അവരുടെ വിദ്യാഭ്യാസ ചെലവ് വഹിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ജോലി നൽകേണ്ടതായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ 10 ലക്ഷം രൂപ എന്നുള്ള അവസാന തീരുമാനം അത് അംഗീകരിക്കാനാവില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിലവിൽ കുടുംബമുള്ളത്. അതുപോലെ തന്നെ ഇവിടെയുള്ള നാട്ടുകാരും മറ്റ് ജനപ്രതിനിധികളും അടക്കമുള്ളത്. ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് സാഹചര്യം പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഇതിലൊരു തീരുമാനമായില്ല എന്നുണ്ടെങ്കിൽ റോഡിലേക്ക് മൃതദേഹവുമായി ഇറങ്ങി ടൗണിൽ മൃതദേഹം വെച്ച് പ്രതിഷേധിക്കാനാണ് തീരുമാനം എന്നുള്ളതാണ്. അല്പസമയം മുൻപ് ഈ കമ്പനി പ്രതിനിധികളുമായിട്ടുള്ള ചർച്ച നടത്തിയിരുന്നു. പക്ഷേ അതിലൊരു തീരുമാനമായിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് SHOയുമായി, അതായത് സ്ഥലത്തെ SHOയുമായി നിലവിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു തീരുമാനമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ തീരുമാനമായില്ല എന്നുണ്ടെങ്കിലാണ് ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ പ്രതിഷേധം തുടങ്ങാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ മരിച്ച ബീഹാർ സ്വദേശിയായിട്ടുള്ള ശത്രുഘ്നൻ എന്ന് പറയുന്നത് വലിയ ദുരിതത്തിൽ കഴിയുന്ന ഒരാൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ നൽകേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ചേർന്ന കളക്ടറുടെ യോഗത്തിൽ 5 ലക്ഷം രൂപയാണ് ഏറ്റവും അടിയന്തരമായി നൽകാൻ തീരുമാനിച്ചിരുന്നത്. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ജോലി ആവശ്യമാണെങ്കിൽ അത് നൽകുക, കുട്ടികളുടെ പഠന ചെലവ് ഏറ്റെടുക്കുക എന്നുള്ളതാണ് കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ തീരുമാനമായത്. പക്ഷേ അത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് ജനപ്രതിനിധികളും ഒപ്പം നാട്ടുകാരുമുള്ളത്. പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. അവരുടെ പഠന ചെലവടക്കം വഹിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ചർച്ചകളും കാര്യങ്ങളുമൊക്കെ നടക്കുകയാണ്. ഏകദേശം ഒരു മണിക്കൂറായി ചർച്ചകളും കാര്യങ്ങളുമൊക്കെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അതൊരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ കമ്പനിയെക്കുറിച്ചും വലിയ ആരോപണങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് കമ്പനിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ, വേണ്ട രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളില്ല. അതുപോലെ തന്നെ ഈ സർട്ടിഫൈഡ് ആയിട്ടുള്ള ജീവനക്കാരില്ല, ഈ ഓയിൽ കമ്പനി ഓപ്പറേറ്റ് ചെയ്യാൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള ജീവനക്കാരില്ല എന്നടക്കമുള്ള ആരോപണങ്ങളാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അത്തരത്തിലുള്ള കമ്പനിയുടെ വീഴ്ചയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അതിനാൽ തന്നെയാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതിലൊരു തീരുമാനമാകണം, 30 ലക്ഷം നൽകണമെന്ന് തന്നെയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. അതായത് നമ്മളൊരു 30 ലക്ഷം രൂപ പറഞ്ഞിരുന്നു, മനസ്സിലായ? അവർ 10 ലക്ഷം പറഞ്ഞു. ഇതൊരു ബാർഗെയിൻ ചെയ്യേണ്ട വിഷയമല്ല. ഒരു മനുഷ്യൻ്റെ കത്തിക്കരിഞ്ഞ ശരീരമാണ് നമ്മുടെ അടുത്ത് കിടക്കുന്നത്. അതുമായി യാത്ര ചെയ്യാനൊന്നും ഞങ്ങൾക്ക് ഒരു ആഗ്രഹവുമില്ല, മനസ്സിലായ? പക്ഷേ ഞങ്ങളിപ്പോൾ ഒരു മാന്യമായ സെറ്റിൽമെൻറ്റ് SIനോട് പറഞ്ഞിട്ടുണ്ട്. ആ സെറ്റിൽമെൻറ്റ് ആയാൽ നമ്മൾക്കിത് തീർക്കാം. അതല്ലെങ്കിൽ ഒരു 15 മിനിറ്റിനുള്ളിൽ ബോഡിയുമായി ഞങ്ങൾ യാത്ര ആരംഭിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.